കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. പിങ്കി ആകെപ്പാടെ സമനില തെറ്റിയ പോലെ ഇരിക്കുകയാണ്. പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നയനെ കൊണ്ട് പൊറുതി മുട്ടി. താൻ എന്ത് ചെയ്താലും അതിന്റെ ഇടയ്ക്കിലേക്ക് അവള് കയറി വരുവാണ്. തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. അർജുനുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോ അവിടെ അവള് വന്നു. ഇങ്ങനെ പോയിട്ടുണ്ട്, ഇത് ശരിയാവത്തില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പവിത്ര മോഹിനി അങ്ങോട്ട് വരുന്നേ. പവിത്ര വന്നിട്ട് പറഞ്ഞു, എന്തഴിഞ്ഞാട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്ന നയന, എനിക്കാണ് കണ്ടിട്ട് സഹിക്കുന്നില്ലെന്ന് പറയാ. ഇത് കേട്ടതും മോഹിനി പറയാം, ശരിയാ, ഇതെങ്ങനെ വിട്ടാ ശരിയാകത്തില്ല പിങ്കി മോളെ, മോൾ എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ പറയാ. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അർജുന് സമ്മതമാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇമാതിരി കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്നേ? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് പോകണ്ടല്ലേ. ഇപ്പൊ അർജുനെ ഇപ്പൊ അവള് കെയർ ചെയ്താലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. ഈ സമയം മോഹിനി പറഞ്ഞു, അതൊക്കെ പിങ്കിമോള് വെറുതെ പറയുന്നതെന്നറിയാം. പിങ്കിമോളുടെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ട്. അതെ, ഒന്നും അല്ലെങ്കിലും ഇപ്പോഴും പിങ്കി തന്നെയാണ് അവന്റെ ഭാര്യ. അവന്റെ ഭാര്യ പദവി ഒഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഡിവോഴ്സ് വാങ്ങി പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പം പിങ്കി ഉള്ളപ്പം വേറൊരുത്തി അവിടെ കയറി നിന്നൊക്കെ ശരിയാണോ? അത് ഞങ്ങൾക്കൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പം പിങ്കിക്ക് ഇനിയിപ്പം അങ്ങനെയാണ് താല്പര്യമെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അല്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ പറയണേ. പവിത്ര പറഞ്ഞത്, ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പണികൾ നോക്കണമെന്ന് പറയാ. പിങ്കി ചേച്ചി ഇതിന് മുന്നിട്ട് ഇറങ്ങണമെന്ന് പറയാ. അല്ല അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതെ, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരാം. ഇടയ്ക്കിടയ്ക്ക് അവൾക്കൊട്ടൊരു പണി കൊടുക്കാം. ഇങ്ങനെ പണി കൊടുത്തോണ്ടേ ഇരിക്കണം. അവസാനം അവൾ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി ഓടണം എന്ന് പറയാ. എങ്ങനെയുണ്ട്? ചില ഐഡിയകളൊക്കെ എന്റെ മനസ്സിലുണ്ട്, നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞ, ആദ്യം കാര്യം പറ. പിന്നീട് പവിത്രയും മോഹിനിയും കൂടെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പിങ്കി പറഞ്ഞു, അത് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവൾ ഇവിടുന്ന് പൊക്കോളും, പിന്നെ അവളുടെ ശല്യം ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല, വല്യമ്മ പറഞ്ഞിട്ടുണ്ട്, എന്ത് വേണം നിങ്ങൾ ചെയ്തോളാൻ, അവൾക്കിട്ട് എന്ത് പണി വേണം കൊടുത്തോളാൻ, അതുകൊണ്ട് കുഴപ്പമില്ലോ എന്ന് പറയാം. പിന്നീട് കാണിക്കുന്ന നയനെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, എങ്ങനെ അർജുനെ സ്വന്തമാക്കിയേ പറ്റുള്ളൂ. ഇപ്പോഴാണെങ്കിൽ അതിന് പറ്റിയ സമയം തന്നെ. ഒരു കാലത്ത് ഞാൻ ഒത്തിരി സ്നേഹിച്ചതാ, പക്ഷെ അന്ന് തനിക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ല. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ വീണ്ടും അർജുൻ തന്നെ മനസ്സിലേക്ക് കയറി വന്നിരിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ പിങ്കി വീട്ടിൽ നിന്ന് പോകും. അങ്ങനെ പോയാൽ തനിക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവും. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ എങ്ങോട്ട് വന്നു. നന്ദ വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് ചോദിക്കേ. ഒന്നുമില്ല. അല്ല രാവിലെ എന്താ പുറത്ത് പോകാൻ ഇറങ്ങുവാണെന്ന് ചോദിക്കുക. അതെ, രാവിലെ ജോഗിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുക. ഓ അങ്ങനെ, അത് തന്നെയാണോ പോകുന്നത് ചോദിക്കും. തന്നെയല്ല, കഴിഞ്ഞ ദിവസം ഞാൻ അർജുനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഇന്നും അർജുനെ വിളിക്കാന്ന് കരുതുന്നു. ഇത് കേട്ടോ നന്ദ പറഞ്ഞു, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അറിയാലോ, നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കണം. അർജുനെ വിളിച്ചോണ്ട് പോകുന്ന പിങ്കി കാണണം. അവളുടെ മനസ്സിൽ ഇച്ചിരി അസൂയം കുശുമ്പൊക്കെ തോന്നണമെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവസാനം നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കണം. അവരെ രണ്ടുപേരും തെറ്റിപ്പിരിപ്പിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, അവരെ രണ്ടുപേരും ഒന്നാക്കാനാണ് നോക്കണ്ടേ. നന്ദയുടെ ഉള്ളിലെ ഉദ്ദേശലക്ഷ്യം ശുദ്ധമായിരുന്നു. കാരണം നന്ദയ്ക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയും പിങ്കിനെ അർജുനെ തമ്മിൽ ഒന്നിപ്പിക്കണം. പക്ഷെ ഈ സമയത്തെല്ലാം നയന മനസ്സിൽ കണ്ടത് അർജുനെ എങ്ങനെ തന്റേതാക്കി മാറ്റാം എന്നുള്ളതായിരുന്നു. ഓരോ നിമിഷവും അർജുനോടൊപ്പം അടുത്തിരിക്കാനായിട്ടാണ് നയന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നന്ദ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നയനയുടെ വെറും അഭിനയം മാത്രമാണ് എന്നുള്ള വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നന്ദയോട് പറഞ്ഞതേ, 2 ദിവസം ഞാൻ പിങ്കിയുടെ മുന്നിൽ കൂടെ അർജുനെ വിളിച്ചുകൊണ്ട് ജോഗിങ്ങിന് പോവുകയാണെങ്കിൽ 3-ാം ദിവസം അർജുനോടൊപ്പം പിങ്കിയെ നടക്കാൻ പോയിക്കോളും, പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. അത് കൊള്ളാം, നല്ല ഐഡിയ എന്ന് പറയാണ്. അങ്ങനെ പതിപോലെ തന്നെ അർജുനെ വിളിക്കാനായിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് നയന. വിളിക്കാൻ ചെന്ന് വെച്ചപ്പോഴത്തേനും കതവ് കുറ്റിയിട്ടിരിക്കുന്നുണ്ട്. നയനയ്ക്ക് മനസ്സിലായി താൻ കയറി വരുമെന്നോർത്ത് മനഃപൂർവ്വം പിങ്കി കതവ് കുറ്റിയിട്ട് വെച്ചിരിക്കുക. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. നയന എന്ത് ചെയ്യണം, കഥയെ കിടന്ന് മുട്ടുവാണ്. അവസാനം ഈ മുട്ടുന്ന സൗണ്ട് കേട്ടിട്ട് പിങ്കി ഒന്നും മിണ്ടാതിരുന്നു. പക്ഷേങ്കിൽ അർജുൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കഥയെ മുട്ടുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് പോയി കഥ തുറക്കുമ്പോൾ നയനയായിരുന്നു. ഇതെന്താ അർജുൻ, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ ജോഗിങ്ങിന് പോകുന്ന കാര്യം, നീ എന്താ എഴുന്നേക്കാത്തിന് വെക്കോ? അയ്യോ, ഞാൻ അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോയെന്ന് പറയാ. എത്ര സമയം എന്നറിയാ കഥയെ മുട്ടുന്നേ, എന്നിട്ട് നീ എന്താ എണീക്കാത്തിന് വെക്കും? താമസിച്ച് വെച്ചിട്ട് കിടന്ന് അതാന്ന് പറയണം. ശരി ശരി, വാ നമുക്ക് ജോഗിങ്ങിന് പോവാന്ന് പറയണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോ പിങ്കിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പിങ്കി രൂക്ഷമായിട്ട് നോക്കുകയാണ്. അർജുൻ പറഞ്ഞു, ശരി ശരി ഞാൻ വരാന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അർജുൻ പോയി വേഷം മാറിക്കൊണ്ട് നേരെ നയനയുടെ ഒപ്പം പോവാണ്. ഇത് പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാണിച്ചു കൊടുക്കാം, നാളെ ആട്ടെ, ഇവളിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പിങ്കി മനസ്സിൽ പറയാണ്. പിന്നീട് കാണിക്കുന്ന നന്ദ മുറിയിലേക്ക് വരുമ്പോ അവിടെ ഗൗതം ഉണ്ടായിരുന്നു. ഗൗതം ചോദിച്ചാൽ എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാണ്. അതെ അതെ, കുറച്ച് സന്തോഷത്തിലാ. ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയാം. എന്ത് കാര്യം? അതെ, ഇന്നിവിടെ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാണ്.
പിന്നീട് ഫുഡ് കൊടുത്ത കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് ഞാൻ പറഞ്ഞു, അതെ എനിക്കാണ് ആ നയനെ അത്ര വിശ്വാസം പോരാ. ഒരു കാലത്ത് അവൾ അർജുനെ സ്നേഹിച്ചിരുന്ന, ഇനി മിക്കവാറും നയനയുടെ മനസ്സിൽ വേറെ വല്ല ആഗ്രഹം ഉണ്ടായിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഏയ് അങ്ങനെയൊന്നും ഇല്ല ഗൗതം സാർ. നയനെ ഞാനും കൂടെ ചേർന്ന് പിങ്കിനെ അർജുനും കൂടെ ഒന്നാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ പിങ്കിയുടെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോവാണെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ പിങ്കി അർജുനെ സ്നേഹിച്ചു തുടങ്ങും. എന്റെ ഭർത്താവാണ് അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനെ ചേർത്ത് പിടിക്കുമെന്ന് പറയാം. ഗൗതം പറഞ്ഞു, കണ്ടറിയണം. അതെ, പിങ്കിയുടെ സ്വഭാവം എനിക്കറിയാം, അതുപോലെ തന്നെ നയനെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണേ, സൂക്ഷിച്ചും കണ്ട് ഇടപെട്ടില്ലെങ്കിൽ അവസാനം ഇത് പുലിവേലായെന്ന് പറയണേ. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. ഉണ്ടാകത്തില്ല, കൊള്ളാം, ഞാൻ പറയുന്നുള്ളെന്ന് പറയണേ. പിന്നീട് നന്ദ പറഞ്ഞു, അല്ല എനിക്ക് കുറച്ച് അസൈൻമെന്റ് എഴുതാനുണ്ടായിരുന്നു. അസൈൻമെന്റോ? അപ്പൊ നീ കഴിഞ്ഞ ദിവസം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടോ? എന്ത് ചെയ്യാനാ, അതാ വിജയശങ്കർ, അയാളെ കൊണ്ട് ഞാൻ മടുത്തു പോവുള്ളൂ. അയാൾ എന്നോട് വീണ്ടും റിപ്പീറ്റ് എഴുതാൻ പറഞ്ഞിരിക്കുക. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, അയാളെ കൊണ്ട് ഭയങ്കര ശല്യമാണോ? എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫസറല്ലേ, പറയുന്ന അനുസരിച്ചല്ലേ മതിയാവുള്ളൂ. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഇനിയിപ്പോ ഇന്റേണൽ മാർക്കൊന്നും പോകണ്ടെന്ന് കരുതുന്നു എന്ന് നന്ദ പറയാണ്. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ അയാളെ കൊണ്ട് ശല്യം ഭയങ്കര കൂടുതലാണെങ്കിൽ എന്നോടൊരു വാക്ക് പറ, ഞാൻ അയാളെ വിളിച്ച് ചോദ്യം ചെയ്യാന്ന് പറയും. വേണ്ട വേണ്ട, ഇനി അങ്ങനെ എങ്ങാനും ചോദ്യം ചെയ്യാനോ എന്തെങ്കിലും ചോദിക്കാനോ പോയിട്ടുണ്ടോ അതോടുകൂടി തീർന്നു. പിന്നെ അറിയാലോ എനിക്കവിടെ ഇനിയും ക്ലാസ്സിൽ പോകണ്ടെന്ന് പറയണം. കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്ക്. അയാളുടെ പ്രശ്നം എന്താന്ന് ആദ്യം ചോദിക്കുക. ഇനി അയാൾ ഈ അസൈൻമെന്റ് നോക്കാൻ കൂട്ടാക്കില്ലെങ്കിൽ അയാളുടെ മുഖത്ത് തന്നെ നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. ബാക്കിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ ശരിയാ, പക്ഷെ എനിക്കെന്തോ എന്നോട് മാത്രം അയാൾക്ക് ഇത്ര വൈരാഗ്യമുള്ളെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള സ്റ്റുഡൻസിനോടൊന്നും ഒരു കുഴപ്പമില്ല ഗൗതം സാർ എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, അല്ല മുമ്പ് നന്ദയ്ക്ക് അയാളെ അറിയാമെന്ന് ചോദിക്കും. ഇല്ല, ഞാൻ ആദ്യമായിട്ട് അയാളെ കാണുന്നേ. ഓ, നമ്പ്യാർ സാർ എന്നെ എന്ത് സുഖമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു പറയാ. ആഹാ, എല്ലാവരും ഒരേപോലെ അല്ലല്ലോ എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നേ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ പിങ്കി ഇരിക്കുകയാണ്. ആകെപ്പാടെ സമനില തെറ്റിയ പോലെ. രാവിലെ ജോഗിങ്ങിന് പോയതൊക്കെ രണ്ടുപേരും കൂടെ ഇതുവരെ ആയിട്ടും വന്നിട്ടും കൂടി ഇല്ല. വല്ലാത്തൊരവസ്ഥ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ തന്റെ സ്ഥാനം ഇവിടുന്ന് തെറിക്കുമെന്ന് മനസ്സിലായി. തനിക്ക് പിന്നീട് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല. അപ്പോഴാണ് അങ്ങോട്ട് പവിത്ര വരുന്നത്. പവിത്ര വന്നിട്ട് പറഞ്ഞു, അതെ ഞാനൊരു സൂത്രപ്പണി ഒപ്പിക്കാന്ന് പറയണേ. എന്ത്? അപ്പൊ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? ഓ, പെട്ടെന്നാണ് ആ കാര്യം പിങ്കിക്ക് ഓർമ്മ വന്നേ. ശരി ശരി, വരാൻ പറയാണ്. അങ്ങനെ പിങ്കിനെയും കൂട്ടി പവിത്ര അങ്ങോട്ട് പോവാണ്. പവിത്ര എന്നിട്ട് എന്ത് ചെയ്യുക, അടുക്കളയിൽ പോയി കുറച്ച് എണ്ണ എടുത്തോണ്ട് വരുവാണ്. എണ്ണ ആ സ്റ്റെയർ കേസിലേക്ക് ഒഴിച്ചിട്ട് പറഞ്ഞു, അതെ അവള് വന്നിട്ടുണ്ട്, ജോഗിങ്ങിന് പോയിട്ട് വന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരും. താഴേക്ക് വരുന്ന സമയത്ത് കണ്ടു, മിക്കവാറും അവള് കാല് തെറ്റി താഴേക്ക് വരും. താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു. കയ്യും കാലും ഒടിഞ്ഞ് ആ സാധനം ഇവിടെ കിടക്കും. പിന്നെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയിക്കോളും. അവളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഇതൊക്കെ വർക്കൗട്ട് ആവോ? വേറെ ആരെങ്കിലും വന്ന് വീണിട്ടുണ്ടെങ്കിൽ ആര് വീഴാനായിട്ടാ? അവള് തന്നെ വന്ന് വീഴുള്ളൂ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിങ്കി ചേച്ചി ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. പിന്നീട് എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം ഇവരും കൂടെ മാറി നിൽക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം നയന താഴേക്ക് ഇറങ്ങി വരുവാണ്. താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് എണ്ണയുണ്ടെന്ന് നയന ശ്രദ്ധിച്ചില്ല. സ്റ്റെയർ കേസിൽ നയന പെട്ടെന്ന് എണ്ണയെ ചവിട്ടി അങ്ങോട്ട് വീഴാൻ പോവാ. അപ്പോഴാണ് അർജുൻ അങ്ങോട്ട് കയറി വരുന്നത്. പെട്ടെന്ന് എന്ത് ചെയ്യാണ്, നയന വീഴാൻ പോയപ്പോഴത്തേനും അർജുൻ കയറി അങ്ങോട്ട് പിടിച്ചു. രണ്ടുപേരും കൂടെ ആ നിലത്തേക്ക് വീഴുവാണ്. ഇതൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. പവിത്രയും പിങ്കി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നൊരു അവസ്ഥയായിപ്പോയി. കാരണം രണ്ടുപേർക്കും കൂടെ കെട്ടിമറിയാനൊരു അവസരം കിട്ടി എന്നൊരു തോന്നലാണ് പിങ്കിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. കാരണം അവിടെ നിന്ന് വീഴിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. പക്ഷേ എങ്കിൽ വീണതോ അർജുനും നയനയും കൂടെയാ. രണ്ടുപേരും കെട്ടിമറിഞ്ഞ് വീഴുന്ന കാഴ്ച കണ്ടപ്പോ പവിത്ര പിങ്കിനെ ഒന്ന് നോക്കുകയാണ്. പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് തന്നെ പവിത്ര ഓടി വന്ന് പിങ്കിയോട്, പിങ്കി ചേച്ചി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ തലേ കുറ്റം വീഴുമെന്ന് പറയാ. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, പവിത്ര നിന്റെ ഒരു ഐഡിയ ഞാനൊന്ന് പറയുന്നില്ല, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഈ സമയം പവിത്ര പറഞ്ഞു, അല്ല പിങ്കി ചേച്ചിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കാം. അതെ അതെ, എനിക്ക് വേണ്ടി ചെയ്ത് നല്ല കാര്യമാണ്, ഇപ്പൊ തന്നെ കണ്ടില്ലേന്ന് ചോദിക്കുക. അവരെങ്ങനെ കെട്ടിമറിഞ്ഞ് കിടക്കുന്ന കാഴ്ച കണ്ടോണ്ടാണ് നന്ദ അങ്ങോട്ട് വരുന്നത്. നന്ദ പെട്ടെന്ന് ചോദിച്ചിട്ട്, എന്താ അർജുൻ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അത് നയനൊന്ന് സ്ലിപ്പായതാ, ഞാൻ പെട്ടെന്ന് നയനെ കയറി പിടിച്ചതാന്ന് പറയണം. ഓ അങ്ങനെയല്ലേ. പെട്ടെന്ന് നയനെ വന്ന് നന്ദയും കൂടെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്ത് പറ്റിയതാന്ന് ചോദിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, അവിടെ എന്തോ വെള്ളമോ എണ്ണയോ അങ്ങനെ എന്തായാലും ഉണ്ടായിരുന്നു പറയാണ്. പെട്ടെന്ന് അർജുൻ പോയി നോക്കി, അവിടെ എണ്ണയാണ് കിടക്കുന്നത്. ഓഹോ, അപ്പൊ ഇത് മനഃപൂർവ്വം ആരോ വീഴിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പിങ്കി ആയിരിക്കും. പെട്ടെന്ന് സുമംഗല അങ്ങോട്ട് വന്നു. സുമംഗല വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അല്ല നയനെ ഒന്ന് വീഴാൻ തുടങ്ങിയതാ
സ്റ്റെപ്പേന്ന് വീഴും പറയാണ്. വീഴാൻ തുടങ്ങി. ഇതെന്താ നയനമോളെ, നീ നോക്കിയല്ലോ നടക്കണേന്ന് ചോദിക്കും. ഞാൻ നോക്കി അപ്പച്ചി നടന്നേ, പക്ഷെ എന്താ നടത്തില്ല, അവിടെ എണ്ണ എന്തോ ഉണ്ടെന്ന് പറയാണ്. സുമംഗലയും പോയി നോക്കി, എണ്ണ തന്നെയാണ്. അങ്ങനെയാണ് ഇത് പിങ്കിയുടെ പരിപാടിയായിരിക്കും. പിങ്കി അല്ലാതെ ഈ ക്രൂരത മറ്റാരും ചെയ്യത്തില്ല. ഈ സമയം പിങ്കി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ പോയി നിൽക്കുകയാണ്. പെട്ടെന്ന് സുമംഗല അങ്ങോട്ട് ചെന്നു. സുമംഗല അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, പിങ്കി സത്യം പറഞ്ഞ നീയാണോ സ്റ്റെയർ കേസിലെ എണ്ണ ഒഴിച്ചിട്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഞാനൊന്നും അല്ലാന്ന് പറയണ. എനിക്കറിയാം നീയാണെ അങ്ങനെ ചെയ്യത്തുള്ളൂ, നയനെ മനഃപൂർവ്വം വീഴിക്കാണ്ട് നീ ചെയ്തല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, പിന്നെ എനിക്ക് അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും. എനിക്കറിയാം നിനക്ക് അസൂയ, നിനക്ക് നയനോട് പെരുത്ത അസൂയ, അത് കാരണം നീ ചെയ്തു വെച്ച പണിയല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടോണ്ടാണ് നന്ദ അങ്ങോട്ട് വരുന്നത്. എന്താന്ന് ചോദിക്കണ്ടേ, ഇവളാ മനഃപൂർവ്വം ആ നയനമോളെ വീഴിക്കാൻ ചെയ്ത പണിയാന്ന് പറയാ. ഇത് കേട്ടതും പിങ്കി പറഞ്ഞതേ, വെറുതെ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നേക്കല്ലേ, ഞാൻ അറിയത്തില്ലാത്ത കാര്യമാ, എന്നോട് ഇതും ചോദിച്ചോണ്ട് വന്നേക്കല്ലെന്ന് പറയണം. എടി നീ കാണിക്കാൻ പറയുന്നത് കള്ളത്തരം കൂടെ പറയാന്ന് ചോദിച്ചോണ്ട് സുമകല അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങോണ് പിങ്കിയുടെ നേർക്ക്. പെട്ടെന്ന് പിങ്കി ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുക. ഇത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നന്ദ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.